പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ JCNDSDയിലുള്ള പ്രിയപ്പെട്ട കർത്തൃദാസന്മാർക്കും കർത്താവിൻ്റെ ദാസിമാർക്കും വിശിഷ്യ ഈ ഗ്രൂപ്പിൽ ഉള്ള എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വേഗത്തിൽ വരുന്നവനായ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെൻറ്റ് സാൽവേഷൻ അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലും യൂട്യൂബ് ചാനലിലുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നു. നിത്യജീവമൊഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ പതിവായി എല്ലാ വെള്ളിയാഴ്ചകളിലും സംസാരിക്കുവാൻ അവസരം ലഭിച്ചു വരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും ഈ വെള്ളിയാഴ്ചയിലും ഈ സീരീസിൽ ഒരു ചെറിയ പ്രസംഗം കർത്താവിൽ ആശ്രയിച്ച് ചെയ്യുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കി തന്ന ഭാഗ്യപദവിക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് കോടി കോടി സ്തോത്രം കരയിട്ടുന്നു. ഒപ്പം ഇങ്ങനെ ഒരവസരം എനിക്ക് വേർതിരിച്ചു തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായ എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നാം ജീവിക്കുന്ന ഈ തലമുറയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം വളരെ വിരൂപമാക്കപ്പെടുകയും സ്വന്തം താല്പര്യത്തിന് ബൈബിൾ വിരുദ്ധമായ തിയോളജി സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ മണ്ഡലം നമുക്ക് മുമ്പിലുണ്ട് എന്ന് നമുക്കറിയാം. 66 പുസ്തകം അടങ്ങുന്ന ഈ സത്യവേദ പുസ്തകം മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായ ഉപദേശങ്ങൾ കൂട്ടിയും കുറച്ചും പ്രസ്താവിക്കുന്ന ആയിരക്കണക്കിന് ചെറുതും വലുതുമായ വേർപാട് സഭകൾ തന്നെ നമ്മുടെ മധ്യയുണ്ട്. അതിൽ തന്നെ ഏറ്റവും അധികം സഭകൾ ഉള്ളത് ഈ ചെറിയ കേരളത്തിലാണെന്നുള്ളത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന വസ്തുതയാണ്. ലോകത്തിലെ ആകമാനം 66 പുസ്തകം അടങ്ങിയ ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിലെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും പ്രമാണിച്ചു വന്നതുമായ ഉപദേശങ്ങളെയും കർമാനുഷ്ഠാനങ്ങളെയും തിരുത്തിക്കൊണ്ടും അല്ലെങ്കിൽ അതിനോട് കൂട്ടിയും കുറച്ചും കൊണ്ടും അതിലെ പല കാര്യങ്ങളും അസാധുവാക്കിക്കൊണ്ടും ഇന്ന് നിലവിൽ 100 കണക്കിന് സഭകളുണ്ട്. ഈ സഭകളെല്ലാം അവർ പ്രസ്താവിക്കുന്ന വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ശരിയുമാണ്. എന്നാൽ വേദപുസ്തകത്തിലെ വചനങ്ങളെയും അവർ വിശ്വസിക്കുന്നില്ല. ചിലത് അതിൻ്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി, അത് ഇന്നേക്കുള്ളതല്ല, അത് അപ്പോസ്തലന്മാരുടെ കാലം കൊണ്ട് അവസാനിച്ചു എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ചിലർ അതിൽ വെളിപ്പാടില്ലാതെ അതിൻ്റെ അക്ഷരത്തിൻ്റെ പരിജ്ഞാനത്തിൽ മാത്രം പ്രസ്താവിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സഭ അതിൻ്റെ ആരംഭത്തെങ്കിലേ മുതൽ ആത്മാവിനാൽ പണിയപ്പെട്ടു വന്ന ദൈവസഭയാണെന്ന് നമുക്കറിയാം. പെന്തക്കോസ്ത് പെരുന്നാൾ ദിനം കർത്താവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്ന അപ്പോസ്തലന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് പിളർന്ന തീനാവുകൾ പോലെ അവരുടെ മേൽ പകരപ്പെട്ടതിന് ശേഷം അന്നുവരെയും ഒരു പ്രസംഗം ചെയ്തതായി എവിടെയും രേഖപ്പെടുത്താത്ത, അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കാൻ അറിവില്ലാത്ത, കഴിവില്ലാത്ത, മുമ്പ് കേവലം മത്സ്യബന്ധനത്തിൻ്റെ മാത്രം പാരമ്പര്യമുള്ള അപ്പോസ്തലനായ പത്രോസ് ശേഷം 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു നീണ്ട പ്രസംഗം അബ്രഹാം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, അടക്കം, പുനരുദ്ധാനം വരെയുള്ള കാര്യങ്ങൾ പ്രസ്താവിച്ചുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗം യെരുസലേമിൽ പെന്തക്കോസ്ത് പെരുന്നാൾ ദിനം നടത്തുകയുണ്ടായി എന്നുള്ള കാര്യം എല്ലാവർക്കും, ബൈബിൾ പഠിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും അറിയാൻ കഴിയും. അത് നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭം മുതൽ കാണാൻ കഴിയും. 2:38 വരുമ്പോൾ പത്രോസ് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ആ പ്രസംഗം കേട്ടവരായി അന്ന് യെരുസലേമിൽ പതിവ് പോലുള്ള പെന്തക്കോസ്ത് പെരുന്നാൾ ദിനം ആഘോഷമായി കൊണ്ടാടേണ്ടതിന് ജെറുസലേമിൽ കടന്നു വന്ന വിവിധ രാഷ്ട്രങ്ങളിൽ പാർക്കുന്ന യഹൂദ മതവിശ്വാസികളും യഹൂദ മത അനുസാരികളും പരമ്പരാഗതമായി യഹൂദ ഗോത്രങ്ങളിൽ ജനിച്ചു വളർന്നവരുമായ ആളുകൾ അന്ന് അവിടെ
പെന്തക്കോസ്ത പെരുന്നാൾ ആഘോഷത്തിനായി യെരുസലേമിൽ വന്നു കൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അന്ന് അവർ പ്രസംഗിച്ചു കേട്ട പ്രസംഗം പത്രോസ് ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവിടെ കടന്നു വന്ന 32 ഭാഷക്കാരായ ആളുകൾ അവരുടെ മാതൃഭാഷകളിൽ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ അപ്പോസ്തലന്മാരാൽ പ്രസ്താവിക്കപ്പെടുന്നത് കേട്ട് അനേകരുടെ ഹൃദയത്തിൽ അത് കുത്തുകൊള്ളുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവർക്ക് മനസ്സിലായത് യേശു തന്നെ കർത്താവും ക്രിസ്തുവും എന്നുള്ള പ്രസ്താവന കേട്ടപ്പോൾ അവർ അപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ മേൽ വാഗ്ദത്തം പോലെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അവർ കഴിഞ്ഞ 3.5 സംവത്സരക്കാലം കൂട്ടായ്മ ആചരിച്ചും ജീവിച്ചും വന്നിരുന്ന തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന നസറത്തുകാരൻ യേശു ക്രിസ്തു ആരാണ് എന്നുള്ള യഥാർത്ഥമായ വെളിപ്പാട് അവർക്ക് ലഭിച്ചത് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടിയാണ് എന്ന് നമുക്കറിയാം. കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കർത്താവ് അവരോട് പറഞ്ഞു, ഇനിയും ഏറെ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കത് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സത്യത്തിൻ്റെ ആത്മാവ് അവർക്ക് വന്നപ്പോൾ താൻ അവരോടുകൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരോട് സംസാരിച്ചിരുന്നതുമായ കാര്യങ്ങളിൽ അവർക്ക് അന്ന് വരെയും പൊരുൾ തിരിഞ്ഞ് ലഭിക്കാതിരുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടി അവർക്ക് വ്യക്തമായി മനസ്സിലായി. അന്ന് അവർക്ക് മനസ്സിലായി, പഴയ നിയമത്തിൽ മോശയും പ്രവാചകന്മാരും പ്രസ്താവിച്ചു പോകുന്ന ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ തന്നെയായിരുന്നു തങ്ങളോടൊപ്പം ഈ ഭൂമിയിൽ പാർത്തിരുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് മനസ്സിലായി. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്നത്തെ ആത്മീയ ലോകം ഒരു കാരണവശാലും ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻഡം അല്ലെങ്കിൽ ക്രിസ്തീയ ആത്മീയ ലോകം ദൈവം ഏകനാണ് എന്നുള്ള അടിസ്ഥാന പ്രമാണത്തെ വിശ്വസിക്കുന്നില്ല. പകരം ഉൽപ്പത്തി 1:26 പറയും പോലെ നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും രൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് ഉൽപ്പത്തി 1:26 പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടെ പറയപ്പെട്ടിരിക്കുന്ന ദൈവം 3 പേരാണ്. അതിൽ ഒരു ദൈവം പിതാവാണ്, ഒരു ദൈവം പുത്രനാണ്, ഒരു ദൈവം പരിശുദ്ധാത്മാവാണ്. ഈ 3 പേരും തമ്മിൽ ആലോചിച്ചു മനുഷ്യനെ ആരുടെ സാദൃശ്യത്തിൽ ഉണ്ടാക്കാം. എന്നിട്ട് ഉണ്ടാക്കിയ സാദൃശ്യമാകട്ടെ ഒരുവന്റെ സാദൃശ്യവും. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. തൃത്തക്കാരുടെ ഭാവനയിൽ ദൈവം 3 ആണ്. 3 വ്യക്തിത്വങ്ങൾ ഉൽപ്പത്തി മുതൽ അല്ലെങ്കിൽ ആരംഭം മുതൽ അവസാനം വരെയും അല്ലെങ്കിൽ പൂർവ്വനിത്യത മുതൽ അനന്ത നിത്യത വരെയും 3 വ്യക്തികളായി നിലകൊള്ളുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധാരണഗതിയിലുള്ള ആളുകൾക്ക് പ്രയാസമുള്ള ഒരു കാര്യമാണ് 3 വ്യക്തികൾക്ക് ഒരു വ്യക്തിയായിരിക്കാൻ എങ്ങനെ കഴിയുക. 3 വ്യക്തികൾ ഒരു വ്യക്തിയാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ശാസ്ത്രത്തിൻ്റെ അന്വേഷണത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 2 തലയും 1 ഉടലുമായിട്ട്, അല്ലെങ്കിൽ 2 തലയും 2 ഉടലും 4 കൈയുമായിട്ട് ചേർത്ത് വെച്ച് ഓപ്പറേഷൻ ചെയ്ത് ഒരുപക്ഷെ വേർതിരിക്കാൻ കഴിയുന്ന സയാമീസ് ഇരട്ടകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സയാമീസ് കുടുംബത്തിൽ 3 ശരീരങ്ങളുള്ള അല്ലെങ്കിൽ 3 തലയുള്ള ഒരു വ്യക്തികൾ ഉണ്ടായതായി ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ ഒരുപക്ഷെ ചരിത്രത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ദൈവം സയാമീസ് ഇരട്ടയോ സയാമീസ് ത്രിയേകമോ അല്ല എന്നുള്ളത് നമുക്കറിയാം. ദൈവം പറയുന്നത് ദൈവം താൻ ഒരുവൻ മാത്രമാണ് എന്നാണ്. ആവർത്തന പുസ്തകം 6:4 നാം വായിക്കുന്ന, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന്. അപ്പോൾ ദൈവം തൻ്റെ അസ്തിത്വത്തെ ഏകം എന്ന് ഉപമിച്ചിരിക്കുന്നു. ആ ഏകത്തിൽ മറ്റാരും ഇല്ല എന്നുള്ള കാര്യവും വളരെ സ്പഷ്ടമായി ദൈവം പ്രസ്താവിക്കുമ്പോൾ
എങ്ങനെ മനുഷ്യന് ആ ഏക സത്യ ദൈവത്തെ ഇത്തരത്തിൽ വിരൂപമാക്കി മനുഷ്യ സങ്കല്പത്തിന് പോലും, ബുദ്ധിയുള്ള മനുഷ്യന് പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ആക്കി തീർക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ. യെശയ്യാവ് 43-ന്റെ 10-11 നാം വായിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും, നിങ്ങൾ അറിഞ്ഞ് എന്നെ, ഞങ്ങളെ എന്നല്ല എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല എന്ന് ദൈവം പറയുന്നു. എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല എന്ന് ദൈവം പറയുന്നു. 44-ന്റെ 21 വരുമ്പോൾ, യാക്കോബേ ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലെ നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, ഞങ്ങളല്ല. ഉൽപ്പത്തി 1:26 എടുത്തുകൊണ്ട് അവർ പറയും, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അപ്പോൾ അവിടെ ദൈവം പറയുന്ന ആ ദൈവത്തെ അവർ മൂന്നാക്കി പറയുന്നു. എന്നാൽ ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടായിരിക്കും. അതിൻ്റെ ഉത്തമമായ തെളിവാണ് യഹോവയായ ദൈവം മമ്രയുടെ തോപ്പിൽ അബ്രഹാമിനെ സന്ദർശിക്കാൻ വരുമ്പോൾ അബ്രഹാം 3 പുരുഷന്മാരെ കാണുന്നുണ്ട്. ആ 3 പുരുഷന്മാരിൽ ഒരാൾ യഹോവയാണ്. ശേഷമുള്ള 2 പേർ 19-ാം അധ്യായത്തിൽ 2 ദൂതന്മാരാണെന്നും അവർ സോദോമിലേക്ക് പോയി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ദൈവം പ്രത്യക്ഷനാകുമ്പോൾ മനുഷ്യ സാദൃശ്യത്തിൽ പ്രത്യക്ഷനാകുന്നു. മനുഷ്യ സാദൃശ്യത്തിൽ പ്രത്യക്ഷനായി നിന്നുകൊണ്ട് വരുവാനുള്ളവൻ്റെ പ്രത്യക്ഷതയായ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ പ്രത്യക്ഷനായി നിന്നുകൊണ്ട് ദൈവം തൻ്റെ ആ സാദൃശ്യം, താൻ എടുത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്ന് ബൈബിൾ തെളിവായി വിശ്വസിക്കുവാൻ കഴിയും വിധം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നോടുകൂടെയുള്ള ദൂതന്മാരുമായി ദൈവം നമ്മുടെ സാദൃശ്യത്തിൽ നമുക്ക് പോയി എന്നത് ചെയ്യാം, നമ്മൾ 3 പേർ ഒരാൾ ആത്മകഥം ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള പറയുന്നത് പോലെ ദൈവം പ്രസ്താവിച്ചിട്ടുള്ള കാര്യങ്ങളെയെല്ലാം ദൈവം 3 എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നു. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിങ്കൽ കണ്ട പ്രാവ് ഒരു വ്യക്തിയാണ്. അപ്പോൾ തൃത്വത്തിലെ ഒരു വ്യക്തി പ്രാവ്, ഒരു വ്യക്തിക്ക് ശബ്ദം മാത്രമേ ഉള്ളൂ, ഒരു വ്യക്തിക്ക് ശരീരമേ ഉള്ളൂ. ഇത്തരത്തിൽ തിരുവെഴുത്തുകളിൽ ഒട്ടും ഇണങ്ങാൻ കഴിയാത്ത, അല്ലെങ്കിൽ എവിടെയും ഇണങ്ങിച്ചേർക്കാൻ കഴിയാതെ വണ്ണം മുഴച്ചിരിക്കുന്ന തത്വശാസ്ത്രങ്ങൾ കൊണ്ടാണ് ഇന്ന് ത്രിയേകത്വം എന്നുള്ളൊരു പൈശാചിക കാപഢ്യം ദൈവസഭയിൽ കൊണ്ട് പിശാച് വെച്ച് അതിലൂടെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, അല്ലെങ്കിൽ ഒരുപക്ഷെ കോടിക്കണക്കിന് മനുഷ്യരെ ജടിലമായ അബദ്ധ വിശ്വാസങ്ങളിലേക്കും പിശാച് ഉണ്ടാക്കിയെടുത്ത ത്രിയേകത്വം എന്ന കുടിലമായ വിശ്വാസ രീതികളിലേക്കും മനുഷ്യൻ്റെ നിത്യജീവനെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. 44-ന്റെ 22 വായിക്കുമ്പോൾ 21 വായിക്കുമ്പോൾ, ഇത് ഓർത്തുകൊള്ളുക ഇസ്രായേലേ, നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലേ, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ എന്ന് പറയുന്നു. ഒരിക്കലും നാം എന്ന പദം പോലും ഉപയോഗിച്ചിട്ടില്ല. ബഹുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബഹുമാന സൂചകമായി നാം എന്ന പദം പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയെല്ലാം വളരെ സ്പഷ്ടമായി ഏകൻ എന്നുള്ള അടിസ്ഥാനത്തിൽ ഏകൻ എന്ന് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മാത്രവുമല്ല, മോശയ്ക്ക് ഹോറേ പർവ്വതത്തിൽ ദൈവം വെളിപ്പെടുമ്പോൾ, പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തോട് ആരെന്നെ അയച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പേർ പറയണമെന്ന് പറയുമ്പോൾ യഹോവ പറയുന്നത് തൻ്റെ പേരായി യഹോവ എന്നുള്ളതാണ് എൻ്റെ എന്നേക്കുമുള്ള നാമവും എന്നേക്കുമുള്ള ജ്ഞാപകവും എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് ഞാൻ കേട്ട ഒരു ദൈവദാസൻ തൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്, യഹോവ തന്നെ 3 യഹോവമാരുണ്ട്. ഒരു യഹോവ പിതാവാണ്, ഒരു യഹോവ പുത്രനാണ്, ഒരു യഹോവ പരിശുദ്ധാത്മാവാണ്. അതിൽ പുത്രനായ യഹോവയാണ് ജഡമെടുത്തു വന്നത്. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കൂ, ഇവർക്ക് 3 യഹോവമാർ വേണം. അതിൽ ഒരു യഹോവയ്ക്ക് ശരീരമുണ്ടെന്നുള്ളത് സ്പഷ്ടമായി ബൈബിൾ തെളിയിക്കുന്നു, അത് യേശുക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ബാക്കി 2 പേർക്കും ശരീരങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ എങ്ങനെ ഒരു സിംഹാസനത്തിലിരിക്കും എന്നുള്ളത് വളരെ ബുദ്ധിപൂർവമായി ചിന്തയ്ക്ക് അല്ലെങ്കിൽ പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു സത്യമാണ്. എന്നാൽ അങ്ങനെ ഒരു കാര്യമേ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുകയില്ല. മലാക്കിയുടെ ലേഖനത്തിലേക്ക് അല്ലെങ്കിൽ മലാക്കിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രവാചകനായ മലാക്കിയിൽ 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ
പ്രവാചകൻ പറയുകയാണ്, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നാം ജഡം സംബന്ധിച്ച് നമുക്കൊരു പിതാവേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഒറ്റയ്ക്ക് തന്തയ്ക്ക് ജനിച്ച ആളാണോ, ഒരപ്പനാണോ നീ ജനിച്ചതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നീ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അതിനകത്തുള്ള നമുക്കറിയാം, ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരപ്പനിൽ നിന്ന് മാത്രമേ ജനിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ അതേ ദൈവവും പറയുകയാണ്, ആ ദൈവം മനുഷ്യരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു പിതാവല്ലോ നമുക്കുള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത് എന്ന് ഇവിടെ മലാക്കിയിൽ, ദൈവത്തിൻ്റെ പ്രവാചകൻ മലാക്കിയിൽ ദൈവം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഏകനാണെന്നും ആ ദൈവത്തിൽ ബഹുത്വമില്ലെന്നും ആ ദൈവം പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും മനുഷ്യരോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ സൃഷ്ടികൾക്ക് അവൻ പിതാവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എന്നാൽ പലരും പറയുന്നത് പോലെ ഒരു നിത്യപുത്രൻ എവിടെയും ബൈബിൾ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ദേവദാസനോട് സംസാരിച്ചപ്പോൾ ദൈവത്തിന് ഒരു നിത്യപുത്രനുണ്ട്, ഒരു പിതാവുണ്ട്, ഒരു നിത്യപുത്രനുണ്ട്, ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇവർ 3 പേരും നിത്യത മുതൽ നിത്യത വരെയും 3 പേരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളും കുറവല്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും ഉത്തമമായ ഒരു കാര്യം, ദൈവവചനത്തെ നാം വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലോ എവിടെയോ അല്ലെങ്കിൽ പഴയ നിയമത്തിലോ ഒരു ദൈവത്തിൻ്റെ തൃത്വത്തെ സംബന്ധിച്ചോ ദൈവം 2 or 3 വ്യക്തികളാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നതായ, അല്ലെങ്കിൽ ആലോചിച്ച് കൽപ്പിച്ചു കൂട്ടി സ്ഥാപിക്കാൻ കഴിയുന്നതായ, സ്ഥാപിച്ച് തെളിവോടുകൂടി ഇണവാക്കിലൂടെ തെളിവോടെ സ്ഥാപിക്കാൻ കഴിയുന്നതായ യാതൊരു വചനങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയും ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ചും താൻ മാത്രമേ ഉള്ളെന്നും തനിക്ക് മുമ്പും ശേഷവും ആരുമില്ലെന്നും താനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന പ്രസ്താവനകൾ അടങ്ങിയ 649 പ്രസ്താവനകൾ കാണാൻ കഴിയും. ദൈവം ഏകനാണെന്ന് സ്പഷ്ടമായി താൻ തന്നെ അരുളി ചെയ്യുന്ന അനവധി വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ബൈബിളിൽ ഇല്ലാത്ത ത്രിയേകത്വവും തൃത്വവും സ്ഥാപിക്കുവാൻ വേണ്ടി അന്വേഷിച്ച് നമുക്ക് നമ്മിലൊരുവനെ പോലെ എന്നിങ്ങനെയുള്ള വാക്യങ്ങളിലൂടെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് ഇത്തരം വാക്യങ്ങളെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് ദൈവം ഏകനായ ദൈവത്തെ ജാതീയ ദേവസങ്കല്പങ്ങളോട് ഉപമിച്ചുകൊണ്ട് ദൈവത്തെ വ്യാജനാക്കുന്ന, കപടമാക്കുന്ന ജാതീയ ദൈവങ്ങൾക്ക് സമമാക്കിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ ഏകത്വത്തെ നിഷേധിച്ചുകൊണ്ട് നിത്യമായ നാശത്തിന് വേണ്ടി തങ്ങളെ തന്നെ അരളിയ പിശാചിന്റെ തടവറയിൽ ആക്കി വച്ചിരിക്കുന്ന അനവധി ദൈവദാസന്മാരാണ് തങ്ങൾ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന, അവകാശപ്പെടുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇവരെ വിട്ട് ഒഴിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ബൈബിളിൽ നമുക്ക് ദൈവം പിതാവാണ് എന്ന് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പിതാവായ ദൈവം എന്നുള്ള പ്രസ്താവനകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വിരോധാഭാസം എന്തെന്നാൽ ബൈബിളിൽ ഇല്ലാത്ത പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും എന്ന കാര്യങ്ങളും ഇന്നത്തെ തൃത്വ സഭകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രസംഗ വിഷയമായി അവതരിപ്പിച്ച് കാണാറുണ്ട്. എവിടെയെങ്കിലും ഈ സത്യവേദ പുസ്തകത്തിൽ എവിടെയെങ്കിലും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തമിഴിലോ മലയാളത്തിലോ ഹീബ്രുവിലോ ഗ്രീക്കിലോ അരാമിക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് പഠന വിഷയമാക്കാവുന്ന ഇന്റർലീനിയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പഠന വിഷയമാക്കാവുന്ന ഏതെങ്കിലും ഒരു ബൈബിൾ വേർഷനിൽ എവിടെയും പുത്രനായ ദൈവമെന്നോ പരിശുദ്ധാത്മാവായ ദൈവമെന്നോ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു തിരുവെഴുത്തും കാണുവാൻ കഴിയുകയില്ല. എന്നാൽ എന്താണ് വസ്തുത? ദൈവം സൃഷ്ടിപ്പിൽ പിതാവാണ്. തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ പാപത്തിൽ വീണ് പുത്രത്വത്തിൻ്റെ അവകാശങ്ങൾ തിരസ്കരിച്ചു കളഞ്ഞപ്പോൾ അവനോടുള്ള അദമ്യമായ സ്നേഹം നിമിത്തം അവനെ വീണ്ടെടുത്ത് രക്ഷിക്കേണ്ടതിന് അവൻ്റെ വീണ്ടെടുപ്പുകാരനായി വെളിപ്പെട്ടു വരുന്ന യശുവ മെസ്സിഹ എന്നുള്ള നിലയിൽ യെശയ്യാവ് 12:2 പറയുന്ന ആ യഹോവയായ ദൈവം രക്ഷിതാവായി തീരുന്നു. അല്ലെങ്കിൽ യെശയ്യാ 9:6 പറയുന്ന ഉൽപ്പത്തി 3:15 വാഗ്ദത്തമായ സ്ത്രീയുടെ സന്തതി ആയി വെളിപ്പെട്ടു വരുന്ന ശിശു, നമുക്ക് വേണ്ടി ജനിക്കപ്പെടുന്ന ശിശു, നമുക്ക് വേണ്ടി നൽകപ്പെടുന്ന ശിശു, ആരളിയ നമ്മുടെ കൗൺസിലർ അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തിൻ്റെ പ്രഭു, വീരനായ ദൈവമായി നിത്യപിതാവ് എന്നുള്ള പദവിയിൽ
മാത്രം ഇരിക്കുന്നവൻ, വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയയിൽ പുത്രത്വം ധരിച്ച് ലോകത്തിൽ വന്നവൻ, വീണ്ടെടുത്ത് നമ്മെ വീണ്ടും നിത്യതയിൽ ചേർക്കുവോളം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവായി വ്യാപരിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ നിലകളിൽ വ്യാപരിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വമുള്ള, ഒരേ ഒരു ആളത്വത്തിൽ എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വമുള്ള ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ. ആ ദൈവം ജഡത്തിൽ പ്രത്യക്ഷമായതാണ് യേശു ക്രിസ്തു എന്ന് നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുന്നു. 1 തിമോത്തി 3:16 നാം വായിക്കുന്നത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്. മലയാളത്തിൽ ആ സ്ഥാനത്ത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നാം കാണുന്നത് ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ് എന്നാണ്. എന്ന് വെച്ചാൽ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് വാഗ്ദത്ത സ്ത്രീയുടെ സന്തതിയായി ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അത് സകലതും സൃഷ്ടിച്ച ഏകദൈവത്തിൻ്റെ ശബ്ദമായ വചനം മാംസത്തിൽ വെളിപ്പെട്ടു നമുക്ക് വേണ്ടി യാഗമായി തീരേണ്ടതിന്, നമ്മുടെ പാപത്തിൻ്റെ കടം വീട്ടേണ്ടതിന്, പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും നരകത്തിൻ്റെ തീയിൽ നിന്നും നമ്മെ വലിച്ചെടുത്ത് ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ആദാം നഷ്ടപ്പെടുത്തിയ ഏദൻ്റെ അവകാശത്തിലേക്ക് നമ്മെ പുനഃസ്ഥാപിക്കേണ്ടതിന് സർവ കൃപാലുവായ ദൈവം തൻ്റെ മനുഷ്യവർഗത്തോടുള്ള അദമ്യമായ സ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ടതിന് താൻ തന്നെ ദൈവത്തിൻ്റെ മഹത്വം വിട്ടൊഴിഞ്ഞ് ലോകത്തിൽ വന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അവൻ വേഷത്തിൽ മനുഷ്യനായി എന്നും ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി മനുഷ്യ സദൃശ്യത്തിലായി എന്നും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അവനെക്കുറിച്ച് പറയുന്നു. കൊളോസ്യർ 2:9 പൗലോസ് പറയുന്നു, അവൻ അദൃശ്യനായ 1:15 അവൻ പറയുന്നു, വിശുദ്ധ പൗലോസിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാകുന്നു. അവൻ കാണാൻ കഴിയാത്ത ദൈവത്തിൻ്റെ കാണുവാൻ കഴിയുന്ന പ്രത്യക്ഷതയാകുന്നു എന്ന് പറയുന്നു. തിമോത്തിക്ക് എഴുതിയ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ അവൻ മഹാദൈവവും നമ്മുടെ കർത്താവും എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. വെളിപ്പാട് പുസ്തകം 1:8 വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ വിശുദ്ധ യോഹന്നാൻ പറയുന്നു, അവൻ സർവശക്തനായ ദൈവമാകുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊളോസ്യർ 2:9 വിശുദ്ധ പൗലോസിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന്. അപ്പോൾ ഒരേപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഹല്ലേലൂയ ദൈവം ഒരുവനേയുള്ളൂ എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ AD 325 നിക്യ സമിതിയിൽ ഒരു കൊലപാതകിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അന്നത്തെ കത്തോലിക്ക മതവുമായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തതും ബാബിലോണിൽ തുടങ്ങിയ ദൈവനിഷേധത്തിൻ്റെ ആൾ രൂപമായി അവർ അവതരിപ്പിക്കുന്നതുമായ ദൈവം ബൈബിൾ പ്രസ്താവിക്കുന്ന ദൈവമല്ല. ആ ത്രിയേക ദൈവത്തിന് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രസ്താവിക്കപ്പെടുന്ന ഏക ദൈവമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ബാബിലോണിയ ത്രിത്വത്തെ കടം കൊണ്ടുവന്ന് നിക്യ സമിതിയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നിലകളിൽ സ്ഥാപിച്ചുണ്ടാക്കിയ പരിശുദ്ധ ത്രിത്വം എന്ന് അവർ അവകാശപ്പെട്ടതും പിന്നീട് അവരുടെ മക്കളായ പെന്തക്കോസ്തൽ മുതൽ സകല പ്രൊട്ടസ്റ്റന്റ് സഭകളും ചുമന്നുകൊണ്ട് നടക്കുന്നതുമായ തൃത്വവും അല്ലെങ്കിൽ ത്രിയേക ദൈവത്വവും എന്ന് പറയുന്നത് യഥാർത്ഥ സത്യേക ദൈവത്തെ പരസ്യമായി നിഷേധിക്കുന്നതും നിന്ദിക്കുന്നതും അപഹസിക്കുന്നതും അതിനേക്കാൾ മാരകമായ ശിക്ഷാവിധിക്ക് യോഗ്യമായ പാപമാണ് എന്നറിയാതെ അതിനെ ചുമന്നുകൊണ്ട് നടന്നുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ മൂന്നാക്കി വിഭാഗിക്കുകയും അങ്ങനെ സത്യദൈവത്തിൻ്റെ അടുക്കൽ നിന്നും വിശ്വാസികളെ നരകത്തിൻ്റെ തീയിലേക്ക് തള്ളിക്കളയുന്നതുമായ കപട ഉപദേഷ്ടാക്കന്മാർ ഇന്ന് ഹല്ലേലൂയ കോടിക്കണക്കിനായി നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇവർക്കൊരിക്കലും അവർ പ്രസ്താവിക്കുന്ന ദൈവം വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ദൈവം ആണ് എന്ന് സ്ഥാപിക്കുവാൻ ഒരു തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലും അവർക്ക് കഴിയുകയില്ല. മാത്രമല്ല തൃത്വ പണ്ഡിതന്മാർ ഒന്നാകെ സംസാരിക്കുന്ന വ്യക്തമാക്കിയിട്ടുള്ള തെളിവുകൾ നമ്മുടെ പക്കലുണ്ട്. തൃത്വം എന്നുള്ളതോ ത്രിയേകത്വം എന്നുള്ളതോ ബൈബിളിൽ നിന്ന് തെളിയിക്കാൻ കഴിയുന്ന വസ്തുതയല്ല എന്നുള്ളത് ഈ പെന്തക്കോസ്തൽ ആത്മീയ ഗോളത്തിലെ വലിയ വലിയ പണ്ഡിതന്മാരായി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിളിൽ നിന്ന് തെളിയിക്കാൻ കഴിയാത്ത സൃഷ്ടവസ്തുക്കളിലെ റബ്ബർക്കായും തേയിലക്കുരുവും സൂര്യനും അതുപോലെ
സൂര്യനെയും വെള്ളത്തെയും അതിൻ്റെ പല ഘടകങ്ങളെയും അവസ്ഥകളെയും കോർത്തിണക്കിക്കൊണ്ട് അതിൽ ദൈവത്തെ, ബൈബിളിലുള്ള ദൈവത്തെ അതിനോട് അടിസ്ഥാനപ്പെടുത്തി ഉപമിച്ചുകൊണ്ട് ദൈവം മൂന്നാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു രസകരമായ ഒരു കാര്യം, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് പെന്തക്കോസ്തൽ ആത്മീയ ഗോളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രഭാഷകനും പണ്ഡിതനുമായ ഒരു വ്യക്തി ആ കാര്യത്തെ നിഷേധിച്ചു. മുൻകാലങ്ങളിൽ നമ്മിൽ പലരും ഇങ്ങനെയുള്ള വസ്തുക്കളെ ദൈവത്തിൻ്റെ ത്രിയേകത്തോട് ഉപമിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഒരിക്കലും ശരിയല്ല എന്നുള്ളൊരു വസ്തുത പോകെ പോകെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ സൃഷ്ടവസ്തുക്കളിൽ, മനുഷ്യനിൽ ദൈവം സ്ഥാപിച്ചിട്ടുള്ള വസ്തുക്കളിൽ പോലും ഇന്നത് തെളിയിക്കാൻ കഴിയുകയില്ലെന്നും അത് അങ്ങനെ ശ്രമിക്കുന്നത് മൗഢ്യവുമാണെന്നും അവർക്ക് കണ്ടെത്താൻ കഴിയുമ്പോൾ തന്നെ അവർ കാലങ്ങളായി പിന്തുടർന്നു പോരുന്നതും അവർ ബൈബിൾ കോളേജിൽ പഠിച്ച് അവിടുന്ന് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ അതേ കാര്യത്തെ പ്രസ്താവിച്ചു പോരുന്നതുമായ കാര്യത്തെ തിരുവെഴുത്തുകളാൽ പോലും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് അവർ പരിതപിക്കുമ്പോൾ, വ്യക്തമായ തെളിവുകളോടുകൂടി ദൈവം മൂന്നാണെന്ന് സ്ഥാപിക്കാൻ കഴിയാതിരിക്കുമ്പോൾ യേശു പിതാവിനോട് പ്രാർത്ഥിച്ചില്ലേ? പിതാവ് എന്നെ അയച്ചു എന്ന് യേശു പറഞ്ഞില്ലേ? എന്നിങ്ങനെയുള്ള പ്രസ്താവനകൾ എടുത്തുകൊണ്ടുവന്ന് ഒരു ദൈവമേ ഉള്ളൂ എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നതിന് തടയിടുവാൻ പരിശ്രമിക്കുന്ന അനേകരെ ഈ നാളുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യേശുക്രിസ്തു എന്തുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്തുകൊണ്ട് താൻ അയക്കപ്പെട്ടു വന്നു എന്ന് പറയുന്നത്, യേശുക്രിസ്തു വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ മനുഷ്യ ശരീരത്തിൽ നിൽക്കുമ്പോൾ അവൻ നമുക്ക് സമനായി നമ്മുടെ മധ്യസ്ഥനായതുകൊണ്ടാണ്. മധ്യസ്ഥതാ നിലയിൽ അവന് നമ്മെപ്പോലെ ഒരു നമുക്കുള്ളതുപോലെ, നമ്മളുടെ പിതാവായ ദൈവം പോലെ ആ മധ്യസ്ഥൻ എന്നുള്ളതിൽ യേശുവിൻ്റെ ഒരു പിതാവുണ്ട്. മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ പിതാവിനോട് യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടെടുപ്പിൻ്റെ പ്രോസസ്സും കഴിയുമ്പോൾ അവൻ ആലളിയ ഉൽപ്പത്തി 1:1 അതേ ദൈവമായി നിത്യരാജാവായി എന്നും എന്നേക്കും വാഴും എന്നുള്ള കാര്യം കൂടി അവർ ബോധപൂർവം മറക്കുകയോ അല്ലെങ്കിൽ മറന്നതായി ഭാവിക്കുകയോ തങ്ങൾ പഠിച്ചു വന്ന സിദ്ധാന്തത്തെ നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ വയറിൻ്റെ ഉപദേശമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഒരു ഭൂരിഭാഗം പേർക്കും ഇതിൻ്റെ വസ്തുത അറിയാം എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇത് അവരുടെ വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നമാണ്, ഉപജീവനത്തിൻ്റെ പ്രശ്നമാണ്, അവരുടെ സ്ഥാനമാനങ്ങളുടെ പ്രശ്നമാണ്, അവരുടെ സഭയുടെ അസ്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനെ ഏതെങ്കിലും വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുകയല്ലാതെ അവർക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നത് കർത്താവ് പറഞ്ഞതുപോലെ കുരുടന്മാർ നയിക്കുന്ന കുരുടന്മാരാണ്. കുരുടന്മാരായ ഉപദേഷ്ടാക്കൻ കുരുടന്മാരായ വിശ്വാസികളെ നയിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തെ മനുഷ്യബുദ്ധിയുടെ പ്രമാണങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അതിനെ ദൈവത്തിൻ്റെ ആത്മാവുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുകയും അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയും അതിന് സ്വന്തം വ്യാഖ്യാനങ്ങൾ കൊടുക്കാതിരിക്കുകയും ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് തിരുവെഴുത്തുകളിലൂടെ തിരിച്ചറിയാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഒരു മുൻവിധി കൂടാതെ ദൈവം മൂന്നാണ്, ആ മൂന്നിനെ സ്ഥാപിക്കണം എന്നുള്ളതല്ല, ദൈവം ഏകനാണെന്ന് പറഞ്ഞിരിക്കുന്നു, ആ ഏകത്വം എനിക്ക് വെളിപ്പെട്ട് കിട്ടണം, ആ ഏക ദൈവത്തെ എനിക്ക് അറിയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിർമ്മല മനസ്സാക്ഷിയോടുകൂടി ദൈവത്തെ കണ്ടെത്താൻ ആകുന്ന ഈ കാലത്ത് ശ്രമിക്കുന്ന ഏതൊരാൾക്കും സത്യേക ദൈവമായ ഏകസത്യ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയും. അവൻ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവായി തീർന്നു. അവൻ പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും വെളിപ്പെട്ട് നിൽക്കുന്ന ഏകദൈവമാണ്. പിതാവ് ആത്മാവാണെന്ന് യേശു പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവും ആത്മാവാണ്. അപ്പോൾ പിതാവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ പ്രവൃത്തിയുടെ ആത്മാവായ പരിശുദ്ധാത്മാവും പിതാവിൽ ഉള്ള ആ ആത്മാവും അതിൻ്റെ വ്യക്തമായ ശാരീരിക അല്ലെങ്കിൽ ജഡിക അല്ലെങ്കിൽ ജഡസംബന്ധമായ മാനിഫെസ്റ്റേഷനാണ് യേശുക്രിസ്തു എന്നും ആ യേശുക്രിസ്തു അലളിയ തൃത്വത്തിൽ രണ്ടാമനല്ലെന്നും അവൻ ഏകനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണെന്നും തിരുവെഴുത്ത് സ്പഷ്ടമായി പറയുന്നു. മാത്രമല്ല തിരുവെഴുത്ത് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, ഇണവാക്യങ്ങൾ ഇല്ലാത്തത് ഒന്നും ബൈബിളിൽ സ്ഥിരീകരിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളാണ്. സ്ഥിരീകരിക്കപ്പെടുന്ന സത്യങ്ങൾക്കെല്ലാം 2-3 സാക്ഷികളുടെ വായ്മൊഴി ബൈബിൾ തന്നെ ആവശ്യപ്പെടുന്നത് കൊണ്ട് ബൈബിൾ അനവധി വാക്യങ്ങളാൽ തെളിയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഏകത്വത്തിൻ്റെ അസ്തിത്വവും വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടി നിർമ്മല ഹൃദയത്തോട് ശുദ്ധ മനഃശാസ്ത്രയോട് കർത്താവിന് മുമ്പാകെ പ്രാർത്ഥിച്ച് ദൈവവചനത്തിനായി കാതു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്നവരായ എല്ലാവരെയും
അരളിയ ഈ സത്യത്തിലേക്ക് ദൈവം നടത്തട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. കർത്താവായ യേശുവ മെസ്സിഹ നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അവസരം വേർതിരിച്ചു തന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് നന്ദി പറയുന്നു. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഈ രാത്രി അല്പസമയം ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ബലപ്പെടുത്തിയതിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. മഹത്വവും മാനവും പുകഴ്ചയും ഇന്നും എല്ലാ നാളും കർത്താവും രക്ഷിതാവുമായ യേശുവ മെസ്സിഹയ്ക്കുള്ളതാകട്ടെ. ആമേൻ. പ്രൈസ്